കനത്ത മഴയെ തുടർന്ന് കോട്ടയം ജില്ലയിൽ 3 ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നു. പെരുമ്പായിക്കാട്, വിജയപുരം എന്നിവിടങ്ങളിലായാണ് ക്യാമ്പുകൾ തുറന്നത്. 11 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. വെള്ളപ്പൊക്ക ഭീഷണിയുള്ള മേഖലകളിൽ നിന്ന് കൂടുതൽ കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു തുടങ്ങിയിട്ടുണ്ട്. ജോസി ബാബു കോട്ടയത്ത് നിന്ന് വിവരങ്ങൾ നൽകാൻ ചേരുന്നുണ്ട്. ജോസി, എങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ജില്ലയിൽ ദുരിതാശ്വാസ ക്യാമ്പുകളുടെ പ്രവർത്തനം? എത്ര ക്യാമ്പുകൾ തുടങ്ങിയിട്ടുണ്ട്? ഒപ്പം തന്നെ അവിടെ എപ്പോഴും കനത്ത മഴയുണ്ടോ? ഫാരിഷ, ജില്ലയിൽ ഇന്ന് യെല്ലോ അലേർട്ടാണ്. ഇടവിട്ട് മഴ പെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് മലയോര മേഖലയിൽ അടക്കം ഇടവിട്ട് മഴ പെയ്യുന്നുണ്ട്. പൊതുവെ ഇന്നലത്തെ രാത്രിയിൽ അപേക്ഷിച്ചും അതോടൊപ്പം ഇന്നലെ പകലും ശക്തമായ മഴ ഇടവിട്ട് പെയ്തിരുന്നു. അതിനെ അപേക്ഷിച്ച് ഇന്ന് മഴ കുറവാണ്. പക്ഷേ ഈ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറാൻ കാരണം മലയോര മേഖലകളിൽ നിന്നും മീനച്ചിലാറ്റിലൂടെ അടക്കം വെള്ളം ഒഴുകിയെത്തിയതാണ് ഇപ്പോൾ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ടുണ്ടാകാൻ കാരണമായിരിക്കുന്നത്. പ്രത്യേകിച്ച് വിജയപുരം പഞ്ചായത്തിലെയും പെരുമ്പായിക്കാട് വില്ലേജിലെയും വിവിധ ഇടങ്ങളിൽ വെള്ളം കയറിയിട്ടുണ്ട്. പാറമ്പുഴ പ്രദേശങ്ങളിൽ ഉൾപ്പെടുന്ന പ്രദേശങ്ങളിലൊക്കെയാണ് വെള്ളം കയറിയിരിക്കുന്നത്. ഈ ഭാഗത്താണ് 3 ദുരിതാശ്വാസ ക്യാമ്പുകൾ ഇപ്പോൾ തുറന്നിരിക്കുന്നത്. 11 കുടുംബങ്ങളെ അങ്ങോട്ടേക്ക് മാറ്റിയിട്ടുണ്ട്. ആവശ്യമെങ്കിൽ കൂടുതൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറക്കുമെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുണ്ട്. നിലവിൽ ജില്ലയിൽ ഖനന പ്രവർത്തനങ്ങൾക്ക് ഇന്നലെ തന്നെ ജില്ലാ കളക്ടർ നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ മലയോര മേഖലയിലേക്കടക്കമുള്ള രാത്രികാല യാത്രാ നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈരാറ്റുപേട്ട വാഗമൺ റൂട്ടിൽ രാത്രികാല യാത്രാ നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. മലയോര മേഖലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളായ മാർമല അരുവി, ഇലവീഴ പുഞ്ചിറ, ഇല്ലിക്കൽക്കല്ല് തുടങ്ങിയ മേഖലകളിലേക്ക് ഇപ്പോൾ വിനോദസഞ്ചാരികൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. 18-ാം തീയതി വരെയാണ് ഈ നിയന്ത്രണം ഉള്ളതെന്നാണ് ജില്ലാ ഭരണകൂടം അറിയിച്ചിരിക്കുന്നത്. മണിമലയാറ്റിലും മീനച്ചിലാറ്റിലും ജലനിരപ്പ് ക്രമാനുഗതമായി ഉയരുന്നുണ്ട്. എന്തായാലും മഴ ഇന്ന് അല്പം മാറി നിൽപ്പുണ്ട് എന്നത് ജില്ലയ്ക്ക് ആശ്വാസകരമാണ്. പൊതുവെ തെളിഞ്ഞ കാലാവസ്ഥയാണുള്ളത്. പക്ഷേ അപ്പോഴും ഇടവിട്ട് മഴ പെയ്യുന്നത് ആശങ്കയെ തന്നെ ബാക്കി നിൽക്കുകയാണ്. ഫാരിഷ.